ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ബീഗം ഫാഷൻ. ഞങ്ങൾ പൂപ്പൊലിക്ക് പോവാണ് കേട്ടോ. അപ്പം നമ്മുടെ വണ്ടിയിൽ കുറച്ച് പേരും കൂടി ഉണ്ടേ. ഞങ്ങൾ വണ്ടി കുറച്ചപ്പുറത്ത് നിന്ന് പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് നടന്നു വരാം കേട്ടോ ചെയ്തേ. കണ്ടില്ലേ, ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടുത്തെ തിരക്ക് കണ്ടു. എന്തോരം ജനാണോ. ഞങ്ങൾ വൈകിട്ട് വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധ ആൾക്കാരൊക്കെ പോയിട്ടുണ്ടാവില്ല എന്ന് വെച്ചിട്ട് വൈകിട്ട് വന്നു. പക്ഷെ ഇപ്പോഴും പെരും തിരക്കാണ് കേട്ടോ. എങ്ങനെയൊക്കെ ഒന്ന് ഒഴിഞ്ഞു കയറിയൊക്കെ ടിക്കറ്റ് എടുത്തു. ഇതാണ് പൂപ്പൊലിയുടെ എൻട്രൻസ്. പൂപ്പൊലി 2025 എന്നൊക്കെ അതിമനോഹരമായ രീതിയിൽ അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതാണ് അതിൻ്റെ മെയിൻ കവാടം. ഇതിനകത്തോട്ട് നമുക്ക് അകത്തോട്ട് കിടക്കാം. പിന്നെ ഇതിനകത്ത് കയറിയ പാടനെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ പൂപ്പൊലി എന്ന് എഴുതിയിട്ടുള്ള ഫുള്ള് പൂച്ചട്ടികൾ. എത്ര ചട്ടികൾ, ഒരു 50,000 ചട്ടികളെങ്കിലും വെച്ചിട്ടായിരിക്കും ഇങ്ങനെ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവുക കേട്ടോ. ഞാൻ എണ്ണീട്ടൊന്നുമില്ല. എല്ലാവരും കമൻറ്റ് ഇടണ്ട, അയ്യോ 50,000 ഒന്നും ഇല്ലയെന്ന് പറയണ്ട. എന്നാലും കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു കൗതുകം കേട്ടോ. അപ്പം കണ്ടില്ലേ എന്ത് രസമാണ്. ലൈറ്റുകളൊക്കെ ഫുള്ളായിട്ട് അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഈ 3 വർഷമായിട്ട് പൂപ്പൊലി കാണാൻ വരുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ ഒരു വർഷം ഞാൻ പൂപ്പൊലി കാണുന്നു. കാരണം പ്രഗ്നൻ്റ് ആണ്, നല്ല തിക്കും തിരക്കുമാണ്, പോയിട്ട് നമുക്ക് നടക്കാനൊന്നും പറ്റൂല എന്നുള്ള രീതിയിൽ ഞാൻ ഇക്കാനോട് പോകണമെന്നും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇക്കേൻ്റെ പെട്ടെന്ന് പറയുന്നത് നമുക്ക് പൂപ്പൊലിക്ക് പോയാലൊന്ന് സൂഫീൻ്റെ നല്ല അടിപൊളി ഗാനമേള ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഗാനമേള എന്ന് വെച്ചാൽ എനിക്കൊക്കെ ഭയങ്കര ക്രേസാണല്ലോ. പിന്നെ സൂഫീസിൻ്റെയാണ്, നിങ്ങൾക്ക് അറിയായിരിക്കും, അക്ബർ അലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവരുടെ പരിപാടിയാണ്. അപ്പോൾ എന്തായാലും കാണാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനത്തെ ഞങ്ങൾ വന്നേക്കാണ്. അപ്പോൾ ഇവിടെ ഈ പൂപ്പൊലി എല്ലാ വർഷവും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോ തീംസ് കൊണ്ടുവരാറുണ്ട് കേട്ടോ. ഇപ്രാവശ്യം ഒരു കുറേ അധികം തീംസുകൾ എത്തിച്ചിട്ടുണ്ട്. പിന്നെ വെറൈറ്റി പൂക്കൾ വെക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കുറച്ച് പുറത്തുനിന്ന് കൊണ്ടുവന്ന കുറേ ചെടികളുണ്ടായിരുന്നു. ഈ വർഷം അത്ര പുറത്തത്തെ ചെടികളൊന്നുമില്ല, നമ്മുടെ വയനാടൻ മേഖലകളിൽ വളരുന്ന ചെടികൾ തന്നെ. പക്ഷേ അറേഞ്ച്മെൻറ്റ്സ് നല്ല തിക്കായിട്ട് ചെയ്തുകൊണ്ട് ഇച്ചിരിയും കൂടി കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ഒരു ഫ്രണ്ടിനെ അവിടെ നിന്ന് കണ്ടു. ഇത് ഫൈസൽക്കാണ്, നമ്മുടെ കലാകേന്ദ്ര മ്യൂസിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡ്രമ്മിസ്റ്റാണ്. ഒരുപാട് പ്രോഗ്രാംസ് ചെയ്യുന്നതാണ് കേട്ടോ ആള്. അപ്പോൾ നമ്മുടെ കൂടെയൊക്കെ ഒരുപാട് പ്രോഗ്രാമിനുണ്ടായിരുന്നു. പിന്നെ ഇവർ സംസാരിച്ചിരിക്കുന്നതിൻ്റെ പുറകിലുള്ളത് ഫുള്ളും ഡാലികയാണ് കേട്ടോ. നോർമൽ ഡാലികയല്ല, നല്ല വലുപ്പമുള്ള ഡാലിക. പിന്നെ എനിക്ക് ചെറിയ ചുമയുണ്ട്, അതുകൊണ്ട് തന്നെ സംസാരിക്കുമ്പോൾ ചെറിയൊരു കിതപ്പും ഉണ്ട് കേട്ടോ. പ്രഗ്നൻ്റ് ആണല്ലോ. പിന്നെ ഇവിടെയൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്ന ഒരു മയിലിൻ്റെ ഡിസൈനാണ് കേട്ടോ. ഇത് ശരിക്ക് ആകാശക്കാഴ്ചകൾ എന്നൊക്കെ പറയുന്ന, അങ്ങനെ കാണുമ്പോൾ ഇച്ചിരി കൂടി ഭംഗിയുണ്ടാവും. പിന്നെ ഈ രാത്രി ആയതുകൊണ്ട് ഫുള്ള് ലൈറ്റിൻ്റെ ഒരു ഭംഗി വേറെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. സാധാരണ ചെണ്ടുമല്ലികയാണ് ഈ കാണുന്നതൊക്കെ, പക്ഷെ നല്ല വലുപ്പമുള്ള ടൈപ്പ് ചെണ്ടുമല്ലിക കേട്ടോ. നമ്മൾ ഈ ഗുണ്ടൽപേട്ടയൊക്കെ പോകുമ്പോൾ നല്ല ഹൈറ്റിലായിരിക്കും ചെടിയുള്ളത്, ചെറിയ പൂക്കളായിരിക്കും. ഇവിടെ ഹൈറ്റ് കുറവാണ്, പക്ഷെ നല്ല വലിയ വലിയ പൂക്കളാണ് കേട്ടോ. പിന്നെ ഫുള്ള് ഫോട്ടോ എടുക്കലാണ്. കുട്ടികളെ വെച്ച് ഫോട്ടോ എടുക്കുന്നുണ്ട്, പിന്നെ പൂക്കൾ തനിച്ചെടുക്കുന്നുണ്ട്. ഈ തനിച്ചെടുക്കുന്ന പൂക്കളൊക്കെ സ്റ്റാറ്റസ് ആയിട്ട് വരാനുള്ളതാണ് കേട്ടോ. ഇക്കാക്ക് സ്റ്റാറ്റസ് ഭയങ്കര ക്രേസാണ്, എല്ലാ ദിവസവും സ്റ്റാറ്റസ് ഇടുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കണ്ടില്ലേ ഈ പൂക്കളൊക്കെ ഭയങ്കര രസം എന്ന് വെച്ചാൽ നല്ല വലുപ്പമുണ്ട്. ഇത് ചെണ്ടുമല്ലിയുടെ മഞ്ഞയാണ് കേട്ടോ. മഞ്ഞ എന്ന് വെച്ചാൽ നല്ല ഓറഞ്ചിനേക്കാളും വലുപ്പമുണ്ട്. പിന്നെ മെയിനായിട്ട് ഇവിടെ കാണാൻ പറ്റുന്ന എല്ലാവരുടെ കയ്യിലും ബലൂണാണ്. നല്ല രസമുണ്ട് ആ ബലൂൺ കാണാൻ. അതിനകത്ത് ലൈറ്റൊക്കെ ഉണ്ട് കണ്ടോ. എല്ലാം ലവ് ഷേപ്പിൽ കുറേ അധികം അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. ഇതൊക്കെ പൂച്ചട്ടികൾ വെച്ചിട്ടാണ് അറേഞ്ച് ചെയ്തേക്കണം കേട്ടോ. കുഞ്ഞു കുഞ്ഞു ചട്ടികൾ ഇങ്ങനെ കൊളുത്തി ഇട്ടേക്കാണ്. ഒത്തിരി ഭംഗിയുണ്ട്. അപ്പോൾ കാണാത്തവരെന്തായാലും പോയി കാണാം കേട്ടോ. പിന്നെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സൂഫികളുടെ പാട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇക്ക പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് വാക്ക് ചെയ്യേണ്ട, നേരെ നമുക്ക് പരിപാടി കാണാൻ പോകാമെന്ന്.
അങ്ങനെ സോഫികളുടെ പരിപാടി കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് നല്ല ദാഹം വന്നത്. അപ്പോൾ ഇക്കാനോട് ഞാൻ പറഞ്ഞു എനിക്ക് നല്ല ചൂട് ചായ വേണം, തൊട്ടടുത്ത് ഐസ്ക്രീം ഉണ്ട് പക്ഷെ എനിക്കത് വേണ്ട, ചൂടുള്ള ചായ വേണം എന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ ഈ ഒരു ഫുഡ് കോർട്ടിലോട്ടേക്ക് പോകാൻ. പക്ഷെ ഞങ്ങൾ അത്രയും കൗണ്ടറുകൾ ചാടിക്കിടന്ന് എങ്ങനെയൊക്കെയോ നമ്മൾ ഈ ഒരു സ്ഥലത്തെത്തി. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടെയും പരിചയക്കാർ, ഇവിടെ റിയാസ്കിയാണ് കേട്ടോ, ഇവരും പാട്ട് പാടുന്ന ടീമന്നെയാണ്. അപ്പോൾ ഇന്ന് നല്ല പ്രോഗ്രാമുകളുണ്ട്, എല്ലാവരും തന്നെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ റിലേറ്റീവ്സിൽ പെട്ടതും കുറച്ച് പേരെ കണ്ടു. എന്ത് പറയുക, ഇവിടെ നല്ല ചൂടുള്ള ചായയും കേട്ടോ. പിന്നെ ഇത് നല്ല റഷായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയപ്പം എന്തായാലും ഞങ്ങളുടെ പരിപാടിയൊക്കെ സൂപ്പറായിരുന്നു. പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ ഒരു അരമണിക്കൂർ അവിടെ നിന്നിട്ടാണ് പുറത്തോട്ടേക്ക് ഇറങ്ങി, കാരണം ഭയങ്കര റഷായപ്പോൾ എനിക്ക് ഇടി കിട്ടുമല്ലോ അതുകൊണ്ട് പേടിച്ചിട്ട്. അപ്പോൾ അൽഹംദുലില്ലാ നല്ല സൂപ്പറായിട്ടുള്ളൊരു പ്രോഗ്രാമും കണ്ടു, അതുപോലെ തന്നെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനും പറ്റി. അപ്പം നെക്സ്റ്റ് ഇയർ, ഈ വർഷത്തെ കഴിഞ്ഞു, അടുത്ത വർഷം എല്ലാവരും വന്ന് കാണാം. പൂപ്പുരയിൽ നമ്മുടെ പ്രോഗ്രാംസും ഉണ്ടാവും, ഇക്കാടെയൊക്കെ പ്രോഗ്രാംസ് ഉണ്ടാവും. അപ്പോൾ സോഫികളുടെ പാട്ട് ഞങ്ങൾ കേൾക്കാൻ വന്നതിന് കാരണം എന്ന് വെച്ചാൽ ഇവർ പാടുന്ന സോങ്സിൽ ഒരുപാട് സോങ്ങുകളൊക്കെ സ്റ്റേജിൽ പാടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് റിയലായിട്ട് എൻജോയ് ചെയ്യാച്ചിട്ടാണ് വന്നത്. അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇൻഷാ അല്ലാ അടുത്ത വർഷം എല്ലാവരും വന്ന് കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. ബൈ ബൈ, ടേക്ക് കെയർ ഓൾ ഓഫ് യു.